പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണു സുധിയുടെ ബാർ ഡാൻസുമായിട്ടാണ്. അതായത് രേണു സുധി ഇപ്പോൾ ബാറിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രേണു സുധി അവിടെ ദുബായിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു വേദനയാണ് തോന്നിയത്. അതായത് എന്തർത്ഥത്തിലാണ് ഇവർ ദുബായിലേക്ക് പോയത് നമുക്കറിയില്ല. ഞാൻ ഓർത്തത് വല്ല ഉദ്ഘാടനത്തിനോ അല്ലെ വേറെ എന്തെങ്കിലും ആണ് ഞാൻ ഓർത്തത്. നോക്കുമ്പോഴേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള ബാറാന്ന ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും നോക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവിടെ ഇപ്പോൾ ഡാൻസ് കാണാനൊന്നുമല്ല ആൾക്കാർ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ബാറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടര അടിക്കാൻ തന്നെയാണ്. അടിച്ചിട്ട് ഡാൻസ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അവിടെ വരുന്ന അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ രേണു സുധീൻ്റെ ഇത് കാണാനൊന്നല്ല വരുന്നതായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി അവിടെ പോയത് എന്തിനാണെന്ന് രേണു സുധിയോട് ഞാൻ ചോദിക്കുകയാണ്. ഇതും നിങ്ങൾ അരി വാങ്ങിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ അത് വളരെയധികം തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മക്കളുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രസവിച്ചൊരു മോനാണ്. ആ മകന് പിന്നീട് എന്ന് പറഞ്ഞാൽ വളർന്നു വന്നാലാണ് ഇതിൻ്റെ ദോഷം മനസ്സിലാവുക. നിൻ്റെ അമ്മ പോയിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും ആ ചെറുക്കനോട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും പറയാം, നമുക്ക് വേണമെങ്കിൽ പ്രമോഷനാണ്, അല്ലെങ്കിൽ ഞാൻ പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടാണ്, എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസ് താരാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ആ പയ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുമായിരുന്നു. സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാൾ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലുള്ള മാനവും മര്യാദയൊക്കെ ബാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു കാലത്തും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് നടക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അയാൾ ഒരു തോന്നിയവാസിയായിട്ടോ അയാൾ വേറെ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പോൾ അയാൾ മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ പോകുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിച്ചതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പലതും പറയുന്നത്. അയാൾ ജീവിച്ചിരിക്കുമ്പോഴും പറയാനില്ല ആമ്പയർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ രേണുവിൻ്റെ ആ കാര്യം കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തള്ള സൈക്കൂല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അമ്മാതിരി ഡാൻസായി പോയി. എൻ്റെ ചെങ്ങാതി സത്യ, ഇതെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരാണ് ഈ കൊടും ചതി ചെയ്തത്? ദുബായിലുള്ള ഈ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വെറും ചതിയാണ് ചെയ്തത്. ഒന്നുകിൽ ഈ സ്ത്രീയോട് പറയണമായിരുന്നു, ഇത് നമ്മളെ പണ്ടത്തെ സിനിമ ഡാൻസ് പോലെയാണ്, ബാലങ്കേ നായർ ഇങ്ങനെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നുണ്ടാവും, അതുപോലെ കുറേ ആൾക്കാർ കയറിയിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടാവും, അതേപോലെയുള്ള ഡാൻസ് ആണെന്ന് നിങ്ങൾ പറയണമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായിൽ എന്ന് പറഞ്ഞാൽ പോയിട്ട് ഡാൻസ് ചെയ്യണ്ടെങ്കിൽ ഒരു വക എന്താ ഫേമസ് ആയ ആൾക്കാർ ആരും ഒന്നും പോയിട്ടൊന്നും ചെയ്യത്തില്ല. പിന്നെ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ ദുബായിൽ പോയവർക്കും അറിയാം, 2 ബീറടിക്കാൻ കയറുന്ന എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഡാൻസ് കാണാം. അതിന് ചില ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബംഗാളി, മറ്റേ എന്താ പറയേണ്ടത്, ഈ എന്തെല്ലാം എല്ലാ രാജ്യത്തിൻ്റെ ഡാൻസും അവിടെ ഉണ്ട്. അപ്പോൾ ഈ മലയാളത്തിൻ്റെ രേണു സുധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ആൾ കൂടുമായിരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണമായിരുന്നു. അതായത് വളരെ മോശം തന്നെയാണ്. ഇനി നിങ്ങളവിടെ തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോയി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേങ്കിൽ ഇത്രയും ആഭാസന്മാരെ മുന്നിൽ പോയിട്ട് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടായാലും, അതായത് കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കാനാണെന്നില്ല. ആ പഴയ ഡയലോഗിനി ദൈവത്തെ ഓർത്തിട്ട് ആരാധകരൊന്നും കൊണ്ട് വന്നേക്കല്ലേ, നീ മേടിച്ചു കൊടുക്കോടാ, അരിക്ക് വേണ്ടിയിട്ടല്ലടാ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50,000 രൂപയാണ് ശമ്പളം കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നുകിലെന്ന് പറഞ്ഞാൽ ആരോ ചതിച്ചതാണ്, ഇല്ലെങ്കിൽ ഒരു വിസിറ്റും ബിസിയും ഒരു ഡാൻസും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഓടി പുറപ്പെട്ടതാണ്. അതിങ്ങനെ ഒരു ഡാൻസാണെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് അവരുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വല്ലാത്ത സങ്കടം തോന്നി ആ ഡാൻസ് കണ്ടപ്പോഴേ. നിങ്ങളിപ്പോഴും നോക്ക്, അതായത് കുറേ ആഭാസന്മാർ അവിടെ ഇരിക്കുന്നു. അതായത് അവന്മാരൊക്കെ കള്ളുകുടിയന്മാർ കള്ളുകുടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ തുള്ളുന്നത് കാണുമ്പോൾ ഇല്ലേ, അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ ആൾക്കാർ അവിടെ ഈ ബാറിൽ നിന്നിട്ട് കള്ളു കുടിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടുന്ന് ഡാൻസ് ചെയ്യുക, വേറെ സ്ത്രീകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സ്ത്രീകളും പോയിട്ട് കള്ളു കുടിക്കുന്നവരാണോ? എല്ലാ സ്ത്രീകളും ബാർ റെസ്റ്റോറൻറ്റ് കയറുമോ? കയറത്തില്ല. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പിന്നെ ഇതിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലികൾ അവരെ ശ്രദ്ധിക്കുന്നതാണ്, ഒരുപാട് ഫാമിലികൾ അവരെ ബഹുമാനിക്കുന്നതാണ്, ഒരുപാട് ഫാമിലികൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്താൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ അരി മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ വിധവാ കാർഡ് ഇറക്കിയിട്ടുണ്ട്. വിധവകളൊക്കെ ഇങ്ങനെയാണോ അരി മേടിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും വിധവകൾ ഇതുപോലെ അരി മേടിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിധവകൾ ഇതുപോലെ പോയിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ പറയണം, പറഞ്ഞു തരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഭർത്താവ് രേണു
സുധിയുടെ ഭർത്താവായ സുധി എന്ന് പറയുന്ന അയാളെ നാണം കെടുത്തരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ? അതുമാത്രമല്ല അയാൾ ഇനിയിപ്പോൾ എന്തെന്നായാലും അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾ വിടുവോ? ഒരിക്കലും വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല. ഇപ്പോൾ രേണുസുതി പറയുന്നത് കേട്ടു, അത് ബാർ ഡാൻസ് അവരെ പ്രൊമോഷന് വേണ്ടി പോയത്. ഇതാണോ മോളെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇത് ചതിയാണ് ശരിക്ക്. അറിയില്ല നിങ്ങൾക്ക് ദുബായിനെ പറ്റിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നടക്കുന്ന ചതിയും ചതി പ്രയോഗങ്ങളും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പോയത്. ഒരു വകയാണെങ്കിൽ നിങ്ങൾ പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദുബായിലെ നല്ലവരായ സുഹൃത്തുക്കളോടാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കും, അവിടെ ഇങ്ങനെ ചതി നടക്കും, അവിടെ ചതിയന്മാരാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബാറ് നടത്തുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ പുണ്യാളന്മാരൊന്നുമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലോ ഏതെല്ലാം രീതി അവിടെ പോയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ നടന്നാൽ മതിയായിരുന്നു. ഒരു 250 കാർഡ് നമ്മളെ കയ്യിൽ കിട്ടുമായിരുന്നു. അതായത് ആസിഫ് അലീൻ്റെ അവസാനം വന്ന സർക്കിട്ട് എന്നുള്ള സിനിമയതാ, അതിൻ്റെ അകത്ത് ആസിഫ് അലീൻ്റെ പണിയെന്ന ഈ മസാജ് പാർലറിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പിന്നെ പോക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് കാർഡ് ഇടുന്ന പണിയായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ, പോലീസ് പിടിക്കാണ്ട് രക്ഷപ്പെടുന്നത് ഈ പോക്കറ്റിൽ തോട്ടയാക്കിയിട്ടാണ് ഇത് ഇടുന്നത്. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് നമുക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടും. പൈസക്കൊന്നും ഒരു ക്ഷാമവും ഉണ്ടാവില്ല. നല്ല പൈസ കിട്ടുമായിരുന്നു ടിപ്പായിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിച്ചാലും ഇതൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു ഡാൻസ് കണ്ടപ്പോൾ ആ ദയനീയത തോന്നിപ്പോയി എന്നുള്ളതാണ്. ആണ് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഏതോ ഒരുത്തം പാട്ട് പാടുമ്പോൾ ഇങ്ങനെയില്ല സ്റ്റെപ്പ് മാത്രമേ കളിക്കുന്നുള്ളൂ. ആ മുഖത്തുനിന്ന് ആ വിഷമങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വായിച്ചെടുക്കാം. പൈസക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം മാന്യമായിട്ടുള്ള ശമ്പളം, അതിൽ കൂടുതൽ ശമ്പളം ബിഗ് ബോസ് തന്നിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 50,000 വെച്ച് കൂട്ടിയാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 ദിവസത്തേക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര പൈസ ഉണ്ടാവും നിങ്ങൾ കൂട്ടി നോക്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായങ്ങൾ ബിഗ് ബോസും ആൾക്കാരും ഇവരൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പണിക്ക് പോകേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയും പോയിട്ട് ഞാൻ നാളെ ഡാൻസ് ചെയ്യും, നീ ആരാടാ ചോദിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷേങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊരു വില കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പിന്നെന്താ എല്ലാവരും വിമർശിക്കുന്നുണ്ട്, എന്നെ മാത്രം വിമർശിക്കുന്നേ, അതും നിങ്ങൾ നിർത്തുക. കാരണം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിമർശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ ദയനീയ മുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. അത് ആർക്കായാലും ആ ഡാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവുമായിരുന്നു ഒരു ദയനീയമായിട്ടുള്ള ഒരു ഡാൻസ്. അത് ബാറാന്ന് ഞാൻ ആദ്യം ബാറാന്ന് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ബാറിലെ ഒരു ഡാൻസ് ആണെന്ന്. അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതോ പ്രൊമോഷൻ പരിപാടിയാണ്, ഏതോ കടേൻ്റെ പ്രൊമോഷനാണ് എന്നൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്തോ വെച്ചിരിക്കുന്നത്, ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പിടിക്കുന്നത്, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ 3-4 ആൾക്കാരുടെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു ബാറിലെ പരിപാടിയാണെന്ന്. പ്രത്യേകിച്ച് ദുബായിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കള്ളുകുടിക്കാൻ വരുന്നവരൊന്നല്ല കൂടുതൽ, ഇങ്ങനെയുള്ള ഡാൻസും കാര്യങ്ങളും കാണാൻ വരുന്നവർ തന്നെയാണ്. അപ്പോൾ പണ്ടത്തെ ബാലങ്കേ നായർ നൃത്തങ്ങളാണെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്തോ. നന്ദി, നമസ്കാരം.